മലപ്പുറം വിരോധത്തിൻ്റെ പ്രത്യയശാസ്ത്ര പരിസരം എം അക്ബർ എഴുതിയ ലേഖനത്തിൻ്റെ 10-ാം അധ്യായം 3-ാം ഭാഗം. മുഹമ്മദ് ചരിത്രം പുറത്തിറങ്ങി 3 വർഷങ്ങൾക്ക് ശേഷം 1847 പൊന്നാനിക്കടുത്തെ വെളിയംകോട് സയ്യിദ് സനാ ഉള്ള മക്തി തങ്ങൾ ജനിക്കുന്നത്. ഉത്തരേന്ത്യയിലെ പണ്ഡിതന്മാർ ക്രിസ്ത്യൻ മിഷണറിമാരെ പുസ്തകങ്ങളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും സംവാദങ്ങളിലൂടെയും നേരിടുന്നതിന് സമാന്തരമായി കേരളത്തിൽ അവരെ നേരിടാൻ തുടങ്ങിയയാളാണ് സനാ ഉള്ള മക്തി തങ്ങൾ. അദ്ദേഹത്തിൻ്റെ ആദ്യ പുസ്തകമായ കടോര കുഠാരം പുറത്തിറങ്ങുന്നത് 1884 ഇത് ഹാറുൽ ഹക്കിൻ്റെ രചയിതാവായ ഷെയ്ഖ് ഖൈറാനാവി ജനിച്ച് 30 വർഷങ്ങൾക്ക് ശേഷമാണ് സനാ ഉള്ള മക്തി തങ്ങൾ ജനിക്കുന്നത്. ഖൈറാനാവിക്ക് ശേഷമുള്ള പല പണ്ഡിതന്മാരെയും പോലെ തങ്ങളുടെയും പ്രധാനപ്പെട്ട ആശയ സ്രോതസ്സുകളിലൊന്ന് ഇത് ഹാറുൽ ഹക്കായിരിക്കണം. നിരവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് മക്തി തങ്ങൾ. അന്നത്തെ മിഷണറിമാരുടെ വിമർശനങ്ങൾക്ക് നേർക്കുനേർ മറുപടി പറഞ്ഞുകൊണ്ട് അദ്ദേഹം എഴുതിയ തൃശ്ശിവപേരൂർ ക്രിസ്തീയ വായടപ്പ്, തണ്ടാൻ കണ്ഠമാല, തണ്ടാൻ്റെ കൊണ്ടാട്ടച്ചണ്ട, മക്തി സംവാദ വിജയം, മുക്തി വിളംബരം, ജയാനന്ദഘോഷം, സുവിശേഷനാശം, പാതുവാദം, പാതകപാതകം, നീതിയാലോചന, സമ്മാനക്കുറിപ്പ്, ക്രിസ്തീയ മൂഢ പ്രൗഢീതർപ്പണം എന്നീ പുസ്തകങ്ങളിൽ നിന്ന് എത്രത്തോളം തരം തണതായിരുന്നു അവരുടെ വിമർശനങ്ങളെന്ന് മനസ്സിലാകുന്നുണ്ട്. അവയ്ക്കെതിരെ മാന്യമായ രീതിയിൽ ശുദ്ധമായ മലയാള ഭാഷ ഉപയോഗിച്ച് മക്തി തങ്ങൾ പോരാടി. ബൈബിൾ ഉപയോഗിച്ചുള്ള മക്തി തങ്ങളുടെ പ്രതിരോധത്തിനും ഖുർആൻ ഉപയോഗിച്ചുള്ള പ്രത്യാക്രമണത്തിനും മുന്നിൽ പിടിച്ചു നിൽക്കാൻ മിഷണറിമാർക്ക് കഴിഞ്ഞില്ലെന്നതാണ് ചരിത്രം. മക്തി തങ്ങൾ തുടങ്ങിവെച്ച ദൗത്യം മുസ്ലിങ്ങൾ അവസാനിപ്പിച്ചില്ല. ഇസ്ലാമിനെക്കുറിച്ച് മിഷണറിമാർ ഉണ്ടാക്കിയ തെറ്റിദ്ധാരണകൾ അകറ്റുവാൻ മുസ്ലിങ്ങളിൽ നിന്ന് ബോധപൂർവമായ പരിശ്രമങ്ങളുണ്ടായി. ജിഹാദിനെയും യുദ്ധങ്ങളെയും കുറിച്ച് മിഷണറിമാരുടെ വിമർശനങ്ങൾക്ക് മറുപടി പറയുന്ന ഒരു താരതമ്യ വിവേചനം അഥവാ ക്രിസ്തു ഇസ്ലാം മതങ്ങളിലെ ഘടകപ്രയോഗം എന്ന കൃതി ഇത്തരം പരിശ്രമങ്ങളിലൊന്നായിരുന്നു. ആക്സ്ഫോർഡ് മിഷണറി സംഘക്കാരാൽ കൽക്കത്തയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന എപിഫ്നി എന്ന ഇംഗ്ലീഷ് പത്രത്തിൽ ഒരു ക്രിസ്തീയ ലേഖകൻ എഴുതിയ ലേഖനത്തിന് മൗലവി മുഹമ്മദ് അലി MA LLB ഇംഗ്ലീഷിൽ എഴുതിയ പുസ്തകത്തിൻ്റെ മലയാള പരിഭാഷയാണിത്. പി മുഹമ്മദ് മൈദീൻ പരിഭാഷ നിർവഹിച്ച പുസ്തകത്തിൻ്റെ 1-ാം പതിപ്പ് കൊല്ലത്തെ ശ്രീരാമവിലാസം പ്രസ്സിൽ നിന്ന് 1928 മുദ്രണം ചെയ്തിരിക്കുന്നത് എന്നാണ് പുസ്തകത്തിൻ്റെ ആമുഖത്തിലുള്ളത്. കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ മുന്നണി പോരാളിയായിരുന്ന KM സീതി സാഹിബാണ് ഭാഷാന്തരത്തിനുള്ള സഹായം ചെയ്തതെന്ന പരിഭാഷകന്റെ പ്രസ്താവനയിൽ നിന്ന് മക്തി തങ്ങൾ നൽകിയ പ്രചോദനം പിൽക്കാല മുസ്ലിം നേതാക്കളെ എത്രത്തോളം സ്വാധീനിച്ചിരുന്നുവെന്ന് വ്യക്തമാകുന്നുണ്ട്. എപ്പിഫ്നി ലേഖകൻ ചെയ്തിട്ടുള്ളതിനേക്കാൾ എത്രയോ ഭയങ്കരമായ ദൂഷണമാണ് ഇസ്ലാം മതത്തെയും തൽസ്ഥാപകനെയും കുറിച്ച് മലയാള ദേശത്തെ ക്രിസ്തീയ മിഷണറിമാർ പലരും ചെയ്തിട്ടുള്ളതെന്നും മറ്റും ഇവിടെ വിവരിക്കേണ്ട ആവശ്യമില്ല. ഇവിടുത്തെ ഇത്തരം ദൂഷണഭാഷണങ്ങളുടെ നിവാരണത്തിനും ഈ പ്രസിദ്ധീകരണം വളരെ പ്രയോജകീഭവിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം എന്ന് ആമുഖത്തിൽ പരിഭാഷകൻ പ്രസ്താവിക്കുന്നുണ്ട്. 1920കളുടെ അവസാനത്തിൽ പോലും മിഷണറിമാർ ഇസ്ലാം വിരോധത്തിൻ്റെ ആയുധങ്ങളുമായി കേരളം ചുറ്റുന്നുണ്ടായിരുന്നുവെന്ന വസ്തുത വ്യക്തമാക്കുന്നതാണ് ഈ പ്രസ്താവന. കൊള്ളക്കാരായ കോളനിക്കാരുടെ ജന്മനാടിൻ്റെ മോചനത്തിനായുള്ള 4.5 നൂറ്റാണ്ടുകാലം നീണ്ട നിരന്തരമായ പോരാട്ടം വഴി സാമ്പത്തികമായി തകരുകയും സാമൂഹികവും വിദ്യാഭ്യാസപരവുമായി പിന്നാക്കത്തിലാവുകയും ചെയ്ത മുസ്ലിങ്ങളെ സഹായിച്ചുകൊണ്ട് ക്രൈസ്തവവൽക്കരിക്കാനുള്ള പരിശ്രമങ്ങൾക്കാണ് 1930കൾക്ക് ശേഷം മലബാർ സാക്ഷ്യം വഹിക്കുന്നത്. മുസ്ലിം മലബാറിനെ ലക്ഷ്യമാക്കിയുള്ള യൂറോപ്യൻ മിഷണറി പടയുടെ സേവനത്തിൻ്റെ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ മതം മാറ്റ പരിശ്രമങ്ങളാണ് പിന്നീട് നടന്നത്. അതിനായി വ്യത്യസ്ത സഭകളിൽപ്പെട്ട വിദേശികൾ മലബാറിലെത്തി. സ്വാതന്ത്ര്യം ലഭിച്ച ശേഷവും ഇത് തുടർന്നു. 1950 അമേരിക്കൻ സംഘടനയായ ലുഥറാൻ ചർച്ച് മിസോറി സൈനോഡ് അഥവാ LCMS നേതാവ് ഹെൻറി നോവിൻ്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം മിഷണറിമാർ മലബാറിനെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് ഇവിടെയെത്തി. അവരോടൊപ്പം പാസ്റ്റർ PV ഡേവിഡിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഇന്ത്യൻ പാസ്റ്റർമാരും ചേർന്ന് മലബാറിനെ ക്രൈസ്തവവൽക്കരിക്കുന്നതിനായുള്ള സമഗ്രമായ ഒരു പദ്ധതിക്ക് രൂപം നൽകി. ഹെൻറി നോവിൻ്റെ നിർദ്ദേശപ്രകാരം 1950 ആദ്യം മലബാറിലെത്തുന്നത് റവറൻഡ് ജോൺ ഗാളും റവറൻഡ് ഹെൻറി ഓട്ടനുമാണ്. മലബാർ മാപ്പിളമാരെക്കുറിച്ച പഠനങ്ങൾ വഴി ശ്രദ്ധേയനായ റവറൻഡ് ഡോക്ടർ റോളാൻഡ് മില്ലറും ഭാര്യ മേരി ഹെലൻ മില്ലറും മലബാറിലെത്തുന്നത് 1953 അവരുടെ പിൻഗാമികളായാണ്. മുസ്ലിങ്ങളെ ക്രിസ്ത്യാനികളാക്കുന്നതിനായി ഹെൻറി നോ രൂപകൽപ്പന ചെയ്ത പദ്ധതി നടപ്പാക്കുന്നതിന് അമേരിക്കയിൽ നിന്നും കാനഡയിൽ നിന്നും മറ്റ് പാശ്ചാത്യ നാടുകളിൽ നിന്നുമെല്ലാം മിഷണറിമാരും ഫണ്ടുകളും മലബാറിലെത്തിയതായി മില്ലർ തൻ്റെ മലബാർ മിഷനെ പരിചയപ്പെടുത്തിക്കൊണ്ട് പുറത്തിറക്കിയ വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോക്ക് നൽകിയിരിക്കുന്ന തലക്കെട്ട് സ്നേഹത്തിൻ്റെ താളക്രമം മലബാറിലേക്കുള്ള ദൗത്യം അഥവാ ദി റിതം ഓഫ് ലവ് മിഷൻ ടു മലബാർ എന്നാണ്. മലബാറിലെ 3 പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള കേന്ദ്രങ്ങൾ തുറന്നുകൊണ്ടാണ് റോളാൻഡ് മില്ലറുടെ നേതൃത്വത്തിലുള്ള ലൂതറൻ മിഷണറിമാരുടെ മലബാർ മിഷൻ മുന്നോട്ടു പോയത്.
കാരുണ്യ പ്രവർത്തനങ്ങളുടെ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ് ക്രിസ്തുമതം പ്രചരിപ്പിക്കാനായി ആരംഭിച്ച മലപ്പുറം, വണ്ടൂർ, കോഴിക്കോട് എന്നിവിടങ്ങളിലെ പ്രവർത്തനങ്ങൾ ഉദ്ദേശിച്ച ഫലം നൽകിയില്ല. ആശുപത്രികളുടെയും സ്കൂളുകളുടെയുമെല്ലാം ഗുണഭോക്താക്കളായിരിക്കുമ്പോഴും അതുവഴി തങ്ങളുടെ വിശ്വാസം ചോർന്നു പോകാതിരിക്കുവാൻ മുസ്ലിങ്ങൾ ശ്രദ്ധിച്ചു വന്നു. അതിനാൽ സമുദായത്തിൽ നിന്ന് കാര്യമായി ആരെയും മതം മാറ്റുവാൻ മിഷനറിമാർക്ക് കഴിഞ്ഞില്ല. കാരുണ്യ പ്രവർത്തനങ്ങളെക്കൊണ്ട് മാപ്പിളമാരെ ക്രിസ്തുവിലേക്ക് നേടിയെടുക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണെന്ന് തോന്നുന്നു റോളണ്ട് ഇ. മില്ലർ വിശദമായി തന്നെ മാപ്പിളമാരെക്കുറിച്ച് പഠിക്കാൻ ആരംഭിച്ചത്. അദ്ദേഹത്തിൻ്റെ ഡോക്ടറേറ്റ് തിസീസാണ് കേരളത്തിലെ മാപ്പിള മുസ്ലിങ്ങൾ ഇസ്ലാമിക പ്രവണതകളിലേക്ക് ഒരു പഠനം അഥവാ മാപ്പിള മുസ്ലിംസ് ഓഫ് കേരള എ സ്റ്റഡി ഇൻ ഇസ്ലാമിക് ട്രെൻഡ്സ് എന്ന പുസ്തകം. റോളണ്ട് ഇ. മില്ലറുടെ നേതൃത്വത്തിൽ മലപ്പുറവും കോഴിക്കോടും വണ്ടൂരും കേന്ദ്രമാക്കിയുള്ള വിദ്യാഭ്യാസ ആതുര ശുശ്രൂഷ സേവനങ്ങളോടൊപ്പം മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലെ വിവിധ പ്രദേശങ്ങളിൽ തെരുവ് സുവിശേഷ യോഗങ്ങളും മതപ്രചാരണാർത്ഥമുള്ള ഗൃഹസന്ദർശന പരിപാടികളും വ്യാപകമായി നടന്നുവന്നു. വിദ്യാഭ്യാസ ആതുര ശുശ്രൂഷ സേവനങ്ങളെല്ലാം സ്വീകരിക്കുകയും മിഷനറിമാരുടെ മതത്തെ തള്ളിക്കളയുകയും ചെയ്യുക എന്ന സമീപനമായിരുന്നു മാപ്പിളമാരുടേത്. മതത്തെക്കുറിച്ച് കാര്യമായ അറിവൊന്നുമില്ലാത്ത സാധാരണക്കാരായ മാപ്പിളമാർക്ക് പോലും ഇസ്ലാമിനില്ലാത്ത എന്തെങ്കിലും ഒരു മികവ് ക്രൈസ്തവ ദർശനത്തിൽ കണ്ടെത്താനായില്ല എന്നതുകൊണ്ടാണത്. മനുഷ്യർ പാപികളാണെന്ന് അട്ടഹസിച്ചുകൊണ്ടുള്ള സുവിശേഷ യോഗങ്ങളിലൂടെ പകർന്നു നൽകുന്ന ആശയങ്ങളിൽ എന്തെങ്കിലും ആകർഷണീയമായി ഉള്ളതായി അവർക്കൊന്നും തോന്നിയില്ല. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾക്കിടയിൽ നിന്ന് കാര്യമായി ആരെയും ജ്ഞാനസ്നാനം ചെയ്യിക്കുവാൻ മില്ലർക്കും കൂട്ടർക്കും കഴിഞ്ഞില്ല. ഖുർആനും ഹദീസുകളും ഉപയോഗിച്ച് ബൈബിളിൻ്റെ ദൈവികത സ്ഥാപിക്കുകയും ഖുർആനിനെയും നബിയെയും വിമർശിക്കുകയും ചെയ്തുകൊണ്ട് ക്രിസ്തുമത പ്രചാരണം നടത്തുന്ന മിഷനറിമാരുടെ പഴയ രീതി 1980 ശേഷം ആവർത്തിക്കുന്നത് റവറൻഡ് കെ അലവിയും അദ്ദേഹത്തിൻ്റെ സംഘടനയായ മർക്കസുൽ ബിഷാറയുമാണ്. റോളാൻഡ് ഇ. മില്ലറും സഹപ്രവർത്തകരുമാണ് അലവിയെ ക്രിസ്ത്യാനിയാക്കുന്നതെന്ന് അദ്ദേഹത്തിൻ്റെ ക്രിസ്തുമത സ്വീകരണത്തിൻ്റെ കഥ വായിച്ചാൽ മനസ്സിലാകും. മില്ലർ എഴുതിയ പുസ്തകങ്ങളും അനുഭവങ്ങളും വായിക്കുകയും ഡോക്യുമെൻ്ററി കേൾക്കുകയുമെല്ലാം ചെയ്യുമ്പോൾ ഇസ്ലാമിനെയും മുസ്ലിം സ്വത്വത്തെയും കുറിച്ച അഭിമാനബോധമാണ് അവരെ മതം മാറ്റാൻ കഴിയാതിരിക്കുവാനുള്ള കാരണമെന്നാണ് മിഷനറിമാരുടെ വിലയിരുത്തലെന്ന് അറിയാനാകും. മുസ്ലിം സ്വത്വത്തിലുള്ള ഈ അഭിമാനബോധത്തെ തകർക്കാനാണ് അലവിയെ ഉപയോഗിച്ചുകൊണ്ട് 1975 മുതൽ മില്ലറുടെ നേതൃത്വത്തിലുള്ള ലൂതറൻ മിഷനറിമാർ പ്രത്യേകിച്ചും മറ്റു സഭകളിലെ സുവിശേഷകർ പൊതുവായും ശ്രമിച്ചു വന്നത്, ഇന്നും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ശ്രമങ്ങൾക്ക് ആദ്യം സാമ്പത്തികമായി സഹായിച്ചിരുന്നത് അമേരിക്കയിൽ മിനസോട്ട കേന്ദ്രമായുള്ള ഫെയ്ത്ത് ലൂതറർ ചർച്ചായിരുന്നു. 1988 മുതൽ അലവിയുടെയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെയും പൂർണ്ണമായും സ്പോൺസർ ചെയ്യുന്നത് കാനഡയിലെ റെജീന കേന്ദ്രമായി പ്രവർത്തിക്കുന്ന റോളണ്ട് ഇ. മില്ലറുടെ നേതൃത്വത്തിലുള്ള ദി മലബാർ മിഷൻ സൊസൈറ്റിയാണ്. ഞാൻ അറിഞ്ഞതിൽ വെച്ച് ഏറ്റവും ധൈര്യശാലിയായ ക്രിസ്ത്യാനി എന്നാണ് അലവിക്കും മർക്കസുൽ ബിഷാറക്കും അതേപോലെയുള്ള മലബാറിലെ മിഷനറി സംഘങ്ങൾക്കും വേണ്ടി പണപ്പിരിവ് നടത്താൻ വേണ്ടി പുറത്തിറക്കുന്ന മലബാർ മിഷൻ ന്യൂസ് ലെറ്ററിൽ മില്ലർ അലവിയെ പുകഴ്ത്തിയിരിക്കുന്നത്. 1980 മുതൽ ഏകദേശം 2 പതിറ്റാണ്ടുകൾ മർക്കസുൽ ബിഷാറയുടെ കൊയ്ത്തുകാലമായിരുന്നുവെന്നാണ് അതിൻ്റെ വക്താക്കൾ അവകാശപ്പെടുന്നത്. കേരളത്തിലുള്ള 90 ലക്ഷത്തോളം മുസ്ലിങ്ങളിൽ 6.5 ലക്ഷത്തോളം ആളുകൾ ബിഷാറയുമായി ബന്ധപ്പെട്ടുവെന്ന് മുസ്ലിങ്ങളെ സുവിശേഷവൽക്കരിക്കുന്നതിനായുള്ള സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് പാശ്ചാത്യൻ നാടുകളിലേക്ക് റവറൻഡ് അലവി എഴുതിയ അഭ്യർത്ഥനയിൽ പറയുന്നുണ്ട്. ഓരോ ദിവസവും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ മുസ്ലിങ്ങളിൽ നിന്ന് ക്രിസ്തുമതത്തെക്കുറിച്ച് പഠിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള 3000-ഓളം കത്തുകൾ തങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരുന്നുവെന്നും ഇങ്ങനെ കത്തെഴുതുന്നവരിൽ 25,000-ഓളം പേർ ശരിക്കും സത്യാന്വേഷികളായിരുന്നുവെന്നും അവരിൽ നിന്ന് ആയിരങ്ങൾ ക്രിസ്തുമതം സ്വീകരിച്ചിട്ടുണ്ടെന്നും കൂടി പ്രസ്തുത എഴുത്തിലുണ്ട്. മുസ്ലിങ്ങളായ പോസ്റ്റ്മാൻമാരെക്കൊണ്ടും പോസ്റ്റ്മാസ്റ്റർമാരെക്കൊണ്ടും ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ടും ക്രിസ്തുമതമാണ് സത്യമെന്ന് സ്ഥാപിച്ചുകൊണ്ടുമുള്ള പുസ്തകങ്ങൾ ഗ്രാമാന്തരങ്ങളിൽ വിതരണം ചെയ്യിക്കുവാൻ കഴിഞ്ഞുവെന്നത് വലിയൊരു നേട്ടമായി എടുത്തു പറയുന്നതിൽ നിന്ന് മുസ്ലിങ്ങളെ വെറുക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നതിൽ റവറൻറ്റിനുണ്ടാകുന്ന ആത്മരതിയെക്കുറിച്ച് മനസ്സിലാകുന്നുണ്ട്. ബിഷാറയുടെ പ്രവർത്തനങ്ങളുടെ ഫലം കണ്ട് മുസ്ലിങ്ങൾ കോപം കൊണ്ട് പല്ലുകടിച്ചുവെന്നും ബിഷാറയെ തകർക്കാൻ ശ്രമിച്ചുവെന്നും ഇപ്പോഴും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുവെന്നും ക്രിസ്തുമതം സ്വീകരിക്കുന്നവർ ജീവിക്കുന്നത് ഭീഷണിയുടെ നിഴലിലാണെന്നും അവർ കൊല്ലപ്പെടാൻ വരെ സാധ്യതയുണ്ടെന്നും അതിനാൽ പാശ്ചാത്യൻ നാടുകളിലെ ക്രിസ്ത്യാനികൾ സഹായിക്കണമെന്നുമാണ് 2017 എഴുതിയ അഭ്യർത്ഥനയിലുള്ളത്. മലബാർ മുസ്ലിങ്ങളുടെ ചെലവിൽ സ്വയം വളരാൻ ശ്രമിക്കുകയാണ് റവറൻഡ് അലവിയും കുടുംബവും ചെയ്തതെന്ന് വെളിപ്പെടുത്തുന്നതാണ് മുകളിൽ സൂചിപ്പിച്ച സഹായാർത്ഥന സന്ദേശം. താൻ പറയുന്നതെല്ലാം ശരിയാണെങ്കിൽ ബിഷാറയിലൂടെ ക്രിസ്തുമതം സ്വീകരിച്ച ആയിരക്കണക്കിന് ആളുകളിൽ എത്ര പേരെയാണ് മുസ്ലിങ്ങൾ അപായപ്പെടുത്തുകയും കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തതെന്ന് വ്യക്തമാക്കുവാൻ അദ്ദേഹം തയ്യാറാകേണ്ടതാണ്.
അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കേസുകൾ കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം. അങ്ങനെ എത്ര കേസുകളുണ്ടെന്നും അവയിൽ എത്രയെണ്ണം വിധിയായി എന്നും എത്ര പേർ ശിക്ഷിക്കപ്പെട്ടുവെന്നും കൂടി അദ്ദേഹം വ്യക്തമാക്കേണ്ടതാണ്. അങ്ങനെ ഒരു കേസ് പോലുമില്ലെന്ന സത്യം കേരളത്തിലുള്ള ക്രിസ്ത്യാനികൾക്കടക്കം അറിയുന്നതാണ്. കേരളത്തിലുള്ളവർക്ക് ഇത്തരത്തിലുള്ള സഹായാർത്ഥന സന്ദേശങ്ങൾ അയക്കാത്തത് അതുകൊണ്ടായിരിക്കണം. ഇസ്ലാം സ്വീകരിച്ചുവെന്ന കാരണത്താൽ മാത്രം കോടതി വരാന്തയിൽ വെച്ച് ഒരു സഹോദരി പരസ്യമായി കൊല്ലപ്പെട്ട നാടാണ് മഞ്ചേരി. യാസറും ഫൈസലും അടക്കമുള്ള എത്രയോ പേർ ഇസ്ലാം സ്വീകരിച്ചുവെന്ന ഒരേയൊരു കാരണത്താൽ നടുറോട്ടിൽ വെച്ച് വധിക്കപ്പെട്ടതിന് സാക്ഷിയായ ജില്ലയാണ് മലപ്പുറം. ഇസ്ലാം സ്വീകരണം വഴി വീട്ടിലും പുറത്തും നിരന്തരമായി പീഡിപ്പിക്കപ്പെടുന്ന ആയിരക്കണക്കിന് ഹാദിയമാരുള്ള നാടാണ് കേരളം. അങ്ങനെ ഒരൊറ്റ സംഭവം പോലും മുസ്ലിം സമുദായത്തിൽ നിന്ന് ക്രിസ്തുമതം സ്വീകരിച്ചുവെന്നതിൻ്റെ പേരിൽ ഉണ്ടായതായി ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടില്ല. ക്രൈസ്തവ ലോകത്തിൽ നിന്നുണ്ടായ ഒരുവിധം എല്ലാ ഇസ്ലാം വിമർശന ഗ്രന്ഥങ്ങളെയും മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി ബിഷാറ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. CG ഫാണ്ടർ, റവറൻറ്റ് ഡോക്ടർ ക്ലെയർ ടിസ്റ്റാൽ, ജോഷ് മാക്ഡവൽ, ജോൺ ഗിൽഗ്രിസ്റ്റ്, അബ്ദുൽ ഫാദി, ഇസ്കന്ദർ ജദീദ്, ഫാരിസ് അൽ ഖൈറാവി, അബ്ദുൽ മസീഹ്, സുൽത്താൻ മുഹമ്മദ്, ലിയൻ എക്സ് ടെസ്റ്റ്, വില്യം മാർക്ക്, LV മില്ലർ, റവറൻറ്റ് L ബീവൻ ജോൺസ് എന്നിവരുടെ പരിഭാഷകളും റവറൻറ്റ് KK അലവയുടെ ഏതാനും മൗലിക കൃതികളുമാണ് ബിഷാറയുടേതായി പ്രസിദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നത്. CG ഫാണ്ടറുടെ മീസാനുൽ ഹഖ്, അബ്ദുൽ ഫാദിയുടെ ഖുർആൻ തെറ്റുകൾക്ക് അതീതമാണോ എന്നീ പുസ്തകങ്ങളിലുമുള്ള വാദങ്ങളുടെ തനിയാവർത്തനം മാത്രമാണ് മറ്റുള്ള കൃതികളെല്ലാം. ബിഷാറ പ്രസിദ്ധീകരണങ്ങൾ പരസ്പരം നിഷേധിക്കുന്നവയാണെന്ന് അവ സൂക്ഷ്മമായി വായിച്ചാൽ ആർക്കും മനസ്സിലാകും. ത്രിത്വവും യേശുവിൻ്റെ ദൈവത്വവും ആദിപാപവും കുരിശുമരണവും ബൈബിൾ പുസ്തകങ്ങളുടെ ദൈവനിവേശനവുമെല്ലാം ഖുർആനും നബിവചനങ്ങളും അംഗീകരിക്കുന്നുണ്ടെന്ന് ഒരു വശത്ത് സ്ഥാപിക്കുക. അബദ്ധങ്ങളാൽ നിറഞ്ഞതാണ് ഖുർആനെന്നും അധാർമിക ജീവിതം നയിച്ചയാളാണ് മുഹമ്മദ് നബിയെന്നും അതിനാൽ ഇസ്ലാമിക പ്രമാണങ്ങൾ തെളിവിന് കൊള്ളരുതാത്തതാണെന്ന് മറുവശത്ത് സമർത്ഥിക്കുക. ഇങ്ങനെ വൈരുദ്ധ്യാധിഷ്ഠിതമാണ് തങ്ങൾ പുറത്തിറക്കുന്ന പുസ്തകങ്ങളിലൂടെ പ്രസരിപ്പിക്കപ്പെടുന്ന ആശയങ്ങളെന്ന് മനസ്സിലാക്കാനുള്ള വിവേകം പോലും പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാർക്ക് ഇല്ലാതെ പോയി. മുസ്ലിങ്ങൾക്കിടയിലെ സുവിശേഷ പ്രവർത്തനത്തിൻ്റെ ഭാഗമായാണ് മിഷണറിമാർ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും മുഹമ്മദ് നബിയെയുമെല്ലാം തമസ്കരിച്ചുകൊണ്ടുള്ള പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുകയും അതടിസ്ഥാനത്തിലുള്ള പ്രഭാഷണങ്ങളും മറ്റു സുവിശേഷ പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കുകയുമെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിലും അതുകൊണ്ടുണ്ടായത് മറ്റൊന്നാണ്. മുസ്ലിങ്ങളല്ലാത്തവർ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും തെറ്റിദ്ധരിച്ചുവെന്നതാണ് അതിൽ പ്രധാനപ്പെട്ടത്. ഇസ്ലാമിനെ ഭീകരമതവും മുഹമ്മദ് നബിയെ വൃത്തികെട്ടവനായും അമുസ്ലിങ്ങളെ കൊല്ലാൻ നടക്കുന്നവരുമായി തെറ്റിദ്ധരിക്കുവാനാണ് സുവിശേഷത്തിൻ്റെ കുപ്പായമിട്ടുകൊണ്ടുള്ള ഈ വെറുപ്പ് പ്രചാരണം നിമിത്തമായത്. യൂറോപ്പിൽ ഉരുവം കൊണ്ട ഇസ്ലാമിനെതിരെയുള്ള വെറുപ്പുൽപാദനം കേരളത്തിൽ ശാസ്ത്രീയമായി നിർവഹിച്ചത് പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാരായിരുന്നുവെന്ന് പറയാം. മുസ്ലിങ്ങൾക്കിടയിൽ സുവിശേഷം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇസ്ലാമിനെയും മുഹമ്മദ് നബിയെയും ഖുർആനിനെയും തമസ്കരിക്കാൻ ശ്രമിച്ച മിഷണറിമാർക്ക് തങ്ങളുടെ തന്ത്രങ്ങൾ കൊണ്ട് മുസ്ലിങ്ങൾക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞില്ല എന്നതാണ് ചരിത്രം. എന്നാൽ ഈ പ്രവർത്തനങ്ങൾ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിലുള്ള സാമൂഹിക ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കുന്നതിനും ഇതര മതസ്ഥർക്കിടയിൽ ഇസ്ലാമിനെക്കുറിച്ച് തെറ്റിദ്ധാരണകൾ വർദ്ധിക്കുന്നതിനും കാരണമായി. ഇസ്ലാം ഒരു ഭീകരമതമാണെന്നും മുസ്ലിങ്ങൾ ആക്രമകാരികളാണെന്നും ഉള്ള തരത്തിലുള്ള ധാരണകൾ ഇതര വിഭാഗങ്ങൾക്കിടയിൽ വേരുറപ്പിക്കാൻ മിഷണറിമാരുടെ ഈ വെറുപ്പ് പ്രചാരണങ്ങൾ നിമിത്തമായി. യൂറോപ്പിൽ മധ്യകാലഘട്ടത്തിൽ രൂപം കൊണ്ട ഇസ്ലാം വിരുദ്ധമായ വെറുപ്പിൻ്റെയും മിഥ്യാധാരണകളുടെയും ഒരു വിപുലമായ വിപണനമാണ് ഇന്ത്യയിലെ മിഷണറിമാർ ശാസ്ത്രീയമായി നടപ്പിലാക്കിയത്. മതപ്രബോധനം എന്നതിലുപരി കൊളോണിയൽ ഭരണകൂടത്തിൻ്റെ താൽപ്പര്യങ്ങൾക്കനുസൃതമായി മുസ്ലിം സ്വത്വത്തെ തകർക്കുക എന്നതായിരുന്നു ഇവരുടെ പല പ്രവർത്തനങ്ങളുടെയും ലക്ഷ്യം. ഇത് മുസ്ലിം സമുദായത്തിൽ വലിയൊരു ഉണർവിന് കാരണമാവുകയും തങ്ങളുടെ വിശ്വാസത്തെ ബൗദ്ധികമായി പ്രതിരോധിക്കാൻ അവർ മുൻകൈയെടുക്കുകയും ചെയ്തു. മിഷണറിമാർ നടത്തിയ വിമർശനങ്ങളെ യുക്തിഭദ്രമായി ഖണ്ഡിക്കാൻ മുസ്ലിം പണ്ഡിതന്മാർ നടത്തിയ ശ്രമങ്ങൾ അക്കാലത്തെ സാമൂഹിക മതനവോത്ഥാനത്തിൽ വലിയ പങ്കുവഹിച്ചുവെന്ന് ഗവേഷകന്മാർ വിലയിരുത്തിയിട്ടുണ്ട്. മിഷണറി പ്രവർത്തനങ്ങൾ പരാജയപ്പെട്ടുവെന്ന് മനസ്സിലാക്കിയ ഘട്ടങ്ങളിൽ പോലും ചില മിഷണറിമാർ തങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചുനിന്നുകൊണ്ട് ഇസ്ലാമിനെതിരായ കടുത്ത പരാമർശങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. റോളണ്ട് E മില്ലർ തുടങ്ങിയവർ മാപ്പിള മുസ്ലിങ്ങളെക്കുറിച്ച് നടത്തിയ പഠനങ്ങൾ അക്കാദമിക് സ്വഭാവം പുലർത്തുന്നുവെന്ന് തോന്നിപ്പിക്കുമെങ്കിലും അവയുടെ ആത്യന്തിക ലക്ഷ്യം മുസ്ലിങ്ങളുടെ മതപരമായ പ്രതിരോധത്തെ എങ്ങനെയെങ്കിലും ദുർബലപ്പെടുത്തുക എന്നതായിരുന്നു. മുസ്ലിം സ്വത്വത്തോടുള്ള ഈ വെറുപ്പ് പ്രചാരണം കേവലം ഒരു കാലഘട്ടത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നായിരുന്നില്ല. മറിച്ച് അത് കുരിശ് യുദ്ധകാലം മുതൽക്ക് തന്നെ ക്രിസ്തീയ മിഷണറി ചിന്തകളിൽ അന്തർലീനമായിരുന്ന ഒന്നാണ്. പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാർ കേരളത്തിലടക്കം ഇന്ത്യയിൽ ഇസ്ലാമിനെതിരെ നടത്തിയ ആസൂത്രിതമായ പ്രചാരണങ്ങൾ ചരിത്രപരമായ ഒരു വലിയ അനീതിയായിരുന്നു.
സാംസ്കാരികവും മതപരവുമായ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുന്നതിന് പകരം ശത്രുതയുടെയും വെറുപ്പിൻ്റെയും ഭാഷയാണ് അവർ മതപ്രചാരണത്തിന് ഉപയോഗിച്ചത്. ഇതാണ് അവരുടെ പ്രബോധന രീതിയെ പരാജയപ്പെടുത്തിയതെന്ന് ക്രിസ്ത്യൻ പക്ഷപാതികളായ ഗവേഷകർ പോലും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. കാലങ്ങളായി ഇസ്ലാമിനെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ പ്രചരിപ്പിക്കാൻ മിഷണറിമാർ ഉപയോഗിച്ച ആയുധങ്ങൾ ഇന്നും ചില കേന്ദ്രങ്ങൾ ഇസ്ലാമോഫോബിയ പ്രചരിപ്പിക്കാൻ ഉപയോഗിക്കുന്നുവെന്നത് ചരിത്രത്തിൻ്റെ ദുരന്തകരമായ ആവർത്തനമാണ്. കേരളത്തിലെ ഇസ്ലാം വിരുദ്ധ വിദ്വേഷത്തിൻ്റെ വേരുകൾ തേടുമ്പോൾ പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാർ നൂറ്റാണ്ടുകളായി നടത്തിപ്പോന്ന ആസൂത്രിതമായ ആശയ പ്രചാരണങ്ങളുടെ പങ്ക് അവഗണിക്കാനാവില്ല. കുരിശുയുദ്ധകാലത്തെ യൂറോപ്യൻ വംശീയബോധത്തിൽ നിന്ന് കടമെടുത്ത ഇസ്ലാം വിരുദ്ധതയെ മതപ്രബോധനമെന്ന ലേബലിൽ കേരളീയ പൊതുമണ്ഡലത്തിൽ സ്ഥാപിച്ചെടുക്കാൻ ഈ മിഷണറി സംഘങ്ങൾ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. വിജ്ഞാനപ്രദമായ സംവാദങ്ങൾ എന്ന വ്യാജേന അവർ നടത്തിയ നബിനിന്ദയും ഖുർആൻ വിമർശനങ്ങളും ഇസ്ലാമിനെക്കുറിച്ചും മുസ്ലിങ്ങളെക്കുറിച്ചും തെറ്റിദ്ധാരണകൾ സൃഷ്ടിക്കുകയും കേരളീയ പൊതുസമൂഹത്തിൽ നിലനിന്ന സൗഹൃദാന്തരീക്ഷത്തെ മലിനപ്പെടുത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുകയും ചെയ്തു. അവർ പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങളും ലഘുലേഖകളും കേവലം ഒരു മതത്തെക്കുറിച്ചുള്ള വിമർശനങ്ങളായിരുന്നില്ല, മറിച്ച് മുസ്ലിങ്ങളെ ഭീകരരും അക്രമകാരികളുമായി ചിത്രീകരിച്ച് ഇതര മതസ്ഥരിൽ മുസ്ലിങ്ങളോട് ആഴത്തിലുള്ള വെറുപ്പും ഭയവും ഉൽപ്പാദിപ്പിക്കുന്ന വിദ്വേഷ സാഹിത്യങ്ങളായിരുന്നു. ശാസ്ത്രീയമായ വിദ്വേഷ പ്രചാരണം എന്ന് വിശേഷിപ്പിക്കാവുന്ന രീതിയിലായിരുന്നു പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാരിൽ പലരുടെയും പ്രവർത്തനങ്ങൾ. അവരുടെ പുസ്തകങ്ങൾ വ്യാപകമായി വിതരണം ചെയ്യപ്പെട്ടത് മുസ്ലിങ്ങളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് ബോധപൂർവം മാറ്റി നിർത്താനും അവരെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്താനുമല്ലാതെ മറ്റൊന്നിനും ഉപകാരപ്പെട്ടില്ല. മിഷണറി പ്രചാരണങ്ങൾ കേരളത്തിലെ ഇതര സമുദായങ്ങൾക്കിടയിൽ വലിയ പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിച്ചത്. മലബാർ മേഖലയിൽ പൊതുവിലും മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ചും ജീവിക്കുന്ന മുസ്ലിങ്ങൾക്കെതിരായ വിദ്വേഷം വളർത്തുന്നതിൽ ഇത്തരം മിഷണറി പുസ്തകങ്ങൾ വലിയ സ്വാധീനം ചെലുത്തി. മലപ്പുറം കേന്ദ്രമാക്കി ജീവിക്കുന്ന മുസ്ലിങ്ങളെ തീവ്രവാദികളെന്നും മതം മാറ്റാൻ കാത്തിരിക്കുന്നവർ എന്നും വരുത്തി തീർക്കാൻ ഈ മിഷണറി പ്രവർത്തനങ്ങളിലൂടെ സാധ്യമായി. മലബാറിലെ സാമൂഹിക സൗഹാർദ്ദത്തെ തകർക്കുന്നതിലും ഇസ്ലാമോഫോബിയ ഒരു സാമൂഹിക പ്രതിഭാസമായി വളർത്തുന്നതിലും ഈ വിദ്വേഷ പ്രചാരണം നൽകിയ സംഭാവന ചെറുതല്ല. കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ മുസ്ലിങ്ങളോട് വെറുപ്പും മുൻവിധിയും ഉണ്ടാക്കാൻ മിഷണറിമാർ സ്വീകരിച്ച തന്ത്രങ്ങൾ ഇന്നും ചില തീവ്രവാദ ഗ്രൂപ്പുകളും സംഘടനകളും അതേപടി പിന്തുടരുന്നുണ്ടെന്നതാണ് ഏറ്റവും ആശങ്കാജനകമായ കാര്യം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സീഖൻ ബാൽഗും ഫാൻഡറും തുടങ്ങിയ വെറുപ്പിൻ്റെ ഈ ആഖ്യാനങ്ങൾ സോഷ്യൽ മീഡിയ വഴി കൂടുതൽ തീവ്രമായി ഇന്നും നിലനിർത്തപ്പെടുന്നു. ഇതര മതവിശ്വാസികൾക്ക് ഇസ്ലാമിനെക്കുറിച്ച് ലഭിക്കുന്ന വിവരങ്ങൾ മിക്കതും ഇത്തരം മിഷണറി കൃതികളിൽ നിന്നും അവ വഴി മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്യപ്പെട്ടവരിൽ നിന്നും പുറത്തുവരുന്ന തെറ്റായ ധാരണകളാണ്. കേരളത്തിലെ വിശിഷ്യ മലബാറിലെ മുസ്ലിങ്ങൾക്കെതിരെ നിലനിൽക്കുന്ന സാമൂഹിക അകലവും വിദ്വേഷ പ്രചാരണങ്ങളും കേവലം സമകാലിക രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ മാത്രം സൃഷ്ടിയല്ല, മറിച്ച് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇവിടെയെത്തിയ മിഷണറിമാർ മധ്യകാല കുരിശുയുദ്ധങ്ങളുടെ തീക്ഷ്ണമായ വെറുപ്പും തെറ്റിദ്ധാരണകളും പേറുന്ന ആശയങ്ങൾ ഇവിടെ ഇറക്കുമതി ചെയ്തതിൻ്റെ ദൗർഭാഗ്യകരമായ തുടർച്ച കൂടിയാണ്. കേരളത്തിലെ മതസൗഹാർദ്ദത്തെക്കുറിച്ചുള്ള ഏത് ആഴത്തിലുള്ള ചർച്ചയും പൂർണ്ണമാകണമെങ്കിൽ അന്ന് മിഷണറിമാർ വിതച്ച ഇത്തരം വിദ്വേഷത്തിൻ്റെ ചരിത്രപരമായ വേരുകളെ തിരിച്ചറിയുകയും അവയെ വസ്തുനിഷ്ഠവും ബൗദ്ധികവുമായ സമീപനങ്ങളിലൂടെ പ്രതിരോധിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. ഈ വിദ്വേഷാഖ്യാനങ്ങളുടെ ഏറ്റവും വലിയ ഇരകളിലൊന്നാണ് മുസ്ലിങ്ങളുടെ ജില്ലയായി അറിയപ്പെടുന്ന മലപ്പുറം. ഈ ജില്ലയോട് അകാരണമായ ഭയവും അകലവും പുലർത്തുന്ന പ്രവണതയുടെ പിന്നണിയിൽ ദശാബ്ദങ്ങളായി തുടരുന്ന അപവാദ പ്രചാരണങ്ങളുടെ നൈരന്തര്യമുണ്ട്. അവയുണ്ടാക്കുന്ന പുകമറകൾ മാറ്റി യാഥാർത്ഥ്യത്തിലേക്ക് കണ്ണു തുറന്നാൽ കാണാൻ കഴിയുന്നത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും പരസ്പര സ്നേഹത്തോടും അഗാധമായ സൗഹൃദത്തോടും കൂടി കൈകോർത്ത് ജീവിക്കുന്ന മലപ്പുറത്തെയാണ്. പാശ്ചാത്യ മിഷണറിമാരുടെ ആശയങ്ങളാൽ മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്യപ്പെടാത്ത നിരവധി സഹൃദയർ മലപ്പുറത്ത് നേരിട്ട് ജീവിക്കാൻ അവസരം ലഭിച്ചപ്പോൾ തങ്ങൾ ചെറുപ്പത്തിൽ കേട്ടുവളർന്ന സങ്കുചിതമായ മലപ്പുറമല്ല യഥാർത്ഥ മലപ്പുറം എന്ന് തിരിച്ചറിഞ്ഞവരാണ്. അനുഭവ സാക്ഷ്യങ്ങളിലൂടെയും സൗഹൃദങ്ങളിലൂടെയും തങ്ങളറിഞ്ഞ ഈ സത്യം പലരും തുറന്നു പറയാറുമുണ്ട്. എന്നിരുന്നാലും ഇത്തരം യാഥാർത്ഥ്യങ്ങൾക്കപ്പുറം അന്ധമായ വിരോധം മനസ്സിൽ സൂക്ഷിക്കുന്നവർക്ക് സത്യത്തിൻ്റെ വെളിച്ചം കാണാൻ ഇനിയും ദൂരങ്ങളേറെയുണ്ട് എന്നത് ഖേദകരമായ ഒരു വസ്തുതയായി അവശേഷിക്കുന്നു.